ഹലോ ഗൈസ്, വാട്സ്ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ രണ്ടാമത്തെ വ്ളോഗിന് പോവുകയാണ്. ഇത് അവസാനത്തെ വ്ളോഗാണ് ഈ വർഷം. ഇനി ഞാൻ വ്ളോഗിന് പോകണമെങ്കിൽ ഇനി വലിയ വെക്കേഷൻ ആവണം. അപ്പോൾ ഞാൻ കൂടുതൽ താമസിക്കുന്നത് ഞാൻ ഇപ്പം തന്നെ ലേറ്റായി. അവരൊക്കെ അവിടെ എത്തി. കവടിയാറിലാണ് ചെന്ന് ഇറങ്ങേണ്ടത്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. ഇവിടെ അടിപൊളി ഫുട്ബോൾ നടക്കും. 1 മണിക്കൂറത്തേക്കാണ്. അപ്പം ഞാൻ പോയി കളിച്ചിട്ട് വരാം. അത് റെക്കോർഡ് ഇവിടെ ആരുമില്ല. ഗോള് പോയി കളിച്ചിട്ട് വരാം. ഒരു ഷൂട്ട് നടത്തിയിട്ട് വരാം. സ്റ്റാർ കീ പ്ലെയർ ആണ്. ഇത് ഓട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ഫുട്ബോളാണ്. ഒരാൾക്ക് നാണം വന്നുപോയി. മാസ്ക് ഇട്ടേക്കുന്ന നാണം മറയ്ക്കാനാണ് ന്യൂ ഫാഷൻ. ആരെഡിറ്റ് ചെയ്തോ നീ? ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. നിന്നെ ഞാൻ ഫേമസ് ആക്കി തരാടാ. ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ. ഇതെവിടെയാണ്? കവടിയാറാണ് ഈ സ്ഥലം. കളിക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലും എടുത്തു തരാം. നോക്കട്ടെ. കിട്ടി ഒളിച്ചിരിക്കണ്ട. കളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മിക്കവാറും ഇപ്പം ഇറങ്ങും. നമ്മളങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു പോവുകയാണ് ഗൈസ്. ഇനി എങ്ങോട്ടാണ്? വല്ല ഐഡിയ ഉണ്ടോ ഗൈസ്? ഇത് നമ്മൾ ആദ്യം പോയതേ പോലെ അല്ല. ഐഡിയ എന്ന് പറയുന്ന സംഭവമേ ഇല്ല ഇതില്. ട്രിപ്പ് എന്നൊരു പേര്. പിന്നെ നാണം കെടുത്താൻ. ഗൈസ്, ഇത് നമ്മുടെ അന്ന് വേറൊരു സ്ഥലത്ത് പോയി വിട്ട പാന്റാണ്. 1 മാസമായി. സിബ് പൊട്ടിയത് കറക്റ്റ് നോക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, മുടിഞ്ഞ വെയിലാണ്. കാണാൻ പറ്റൂലായിരിക്കും. എനിക്ക് 10 മിനിറ്റ് തേക്കണം. പൈസ ഇല്ല. തെണ്ടിത്തിരി നടക്കും. ഒടുക്കത്തെ ചൂട്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോ നമുക്ക് കണ്ടാ അറിയാം. ഇത് നിർമ്മല ഭവന്റെ ഫ്രണ്ടിലാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഈയിടെ വഴി കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനല്ല പ്ലാൻ ഇട്ടോ. ഞാൻ ഇട്ടിരുന്നെങ്കിൽ എല്ലാം സെറ്റായ. ഈ നേരത്തെ നമ്മൾ വീട്ടിൽ ഇരുന്നേനാ. രാവിലെ വിളിച്ച് പറയും, എടാ വയ്യടാ വേണ്ടാന്ന്. ട്രിപ്പ് എന്നുള്ള നാണക്കെട്ടു. ഞാൻ സ്ക്രീൻഷോട്ട് അത്രയ്ക്ക് സ്റ്റൈലൊന്നും വേണ്ട. ഇങ്ങ് നോക്കി. ഇപ്പോഴും പ്ലാനിങ്ങിലാണ് ഗൈസ്. എവിടെ പോകണമെന്ന് അറിഞ്ഞൂടാ. അവസാനം പൂജപ്പുര എന്നും പറഞ്ഞ തമ്പാനൂരി കൊണ്ട് ഇറക്കുക. നമ്മൾ ഇത്തിരി റിച്ച് ഏരിയ കൂടിയാണ് ഈ നടക്കുന്നത്. തുടങ്ങിയത് ഇവിടെ അഡ്രസ് തപ്പി വെച്ചേക്കുവാണ്. കാർ കണ്ട? ഞാൻ കഴിയാൻ കൊടുത്ത കാറായി. നീ കഴിവാൻ പോയ കാറാ? ഓ, നമ്മൾ എങ്ങോട്ട് പോണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ എങ്ങോട്ടാണ് പോണത്? നേരെ നോക്കി നമ്മൾ പോവാണ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഒരു ഐഡിയ ഇല്ലാത്തൊരു ഇതാണ്. പിന്നെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ്. നല്ല രസമില്ലേ? ഈ വഴി കൂടിയൊക്കെ നിങ്ങൾ വരണം. കൂൾ റൈഡായിട്ടൊക്കെ വരണം. ഭയങ്കര ചൂടാണ് പക്ഷെ ഈ നേരത്ത്. എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമ്മളങ്ങനെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നന്തൻകോട്. കുറച്ച് റെസ്റ്റ് എടുക്കണം.
ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂട്. ഈ നേരത്തെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര ഉച്ചയൊക്കെ ആയിരും, ഭയങ്കര ചൂടാണിപ്പോൾ. ചില സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ്, പക്ഷെ എന്നാലും ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പ്ലാനറ്റ് സോഡ എന്ന് പറയുന്നൊരു കട അറിയാം നിങ്ങൾക്ക്? ഇവിടെ സൈഡിലുള്ള ഇത് ഇവിടെ ഉള്ളതാണ്. അതിപ്പോൾ ഇല്ല, എവിടെ പോയോ എന്തോ. എന്തായാലും ഞാൻ ഇനിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ എങ്ങോട്ടോ നടക്കുന്നൊരു യാത്രയാണ്. എനിക്ക് തോന്നുന്നു നന്തൻകോട് കാണാനാന്ന് തോന്നുന്നു ഇറങ്ങിയത്. കുറേ നാളായില്ലേ ഗൈസ്. എങ്ങോട്ടോ നടക്കുന്നത്, നമ്മൾ ഒരു 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 ഐഡിയ ഇല്ലാതെ നടക്കുവാണ്. ശബ്ദത്തിന് പ്രശ്നം കാണും, അത് നിങ്ങൾ ഇത്തിരി സഹിക്കണം. നോ മൈക്രോഫോൺ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. ഇവിടെയാണ് നിൽക്കുന്നത്. പെട്രോൾ പമ്പ് എത്താറായി. ഇനി അവിടുന്ന് പെട്രോൾ കുടിക്കേണ്ട അവസ്ഥയാണ്. വെള്ളമില്ല, ഭയങ്കര ദാഹം ഗൈസ്. ദയനീയമായ അവസ്ഥയിൽ കൂടിയാണ് പോണത്. വെള്ളമില്ല, ഇപ്പം മരിക്കുന്നുള്ള അവസ്ഥയിലാണ്. വെള്ളമില്ല, ഇപ്പം വെള്ളമൊന്നും കിട്ടുന്നില്ല. വെള്ളത്തിന്റെ കടയൊന്നും നേരെ കാണുന്നില്ല. ഭയങ്കര വെയില്, ഒടുക്കത്തെ വെയില്. കുറെ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അയ്യോ, നടന്ന് ഊപ്പാട് വരുന്നു. നിങ്ങൾ എന്തൊക്കെ വന്നാലും ഇങ്ങനെ വരരുത്. വെള്ളം കുടിക്കണം, നല്ലതുപോലെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കും. ഡീഹൈഡ്രേഷൻ ഹൈലി ആയിട്ട് വരും. ഇപ്പോൾ വെള്ളമൊന്നും കിട്ടാനില്ല ഇവിടെ. ഇരുന്നിരുന്നൊക്കെയാണ് പോണത്. ഇരുന്നിരുന്നാണ് പോണത്. ഇതിപ്പോൾ 10ാമത്തെ സ്റ്റെപ്പാന്ന് തോന്നുന്നു. ഇരുന്നിരുന്ന് പോവാണ്. ഒരു റൗണ്ട് ആവാറായി. ഗൈസ്, ഒരു ജ്യൂസൊക്കെ കുടിച്ച്, ഒരു ജ്യൂസ് ഇത്ര ഉള്ളൊരു ജ്യൂസ് കുറച്ച് കുടിച്ച്, 4 കുടിച്ച്. അപ്പം കുറച്ച് ടേൺ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏതോ ഒരു കടയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശാസ്തമംഗലത്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എവിടെയാണെന്ന് പറഞ്ഞല്ലോ, ശാസ്തമംഗലത്ത് ഏതോ ഒരു കട. എന്താ വന്നേ പോടാ. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ കട എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഏതോ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. എന്താ വാങ്ങുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കഴിച്ചിട്ട് കാണാം. കുറച്ചേ ഉള്ളു, അത് മതി. നമുക്ക് കഴിച്ചിട്ട് കാണാം. നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തരണം. എന്താ മണി വാട്ടർ ആയിട്ടേക്ക്. നീ എങ്ങോട്ട്? പൂജപ്പുരയിലോട്ട്. എന്തോ നീ എടുത്ത് കുടിച്ച് കളയരുത്. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വഴിക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ഗ്രൗണ്ടിൽ വന്നേക്കുവാണ്. എന്റെ പൊന്നേ, വണ്ടി വെച്ച് കളിക്കാം. ഞാൻ വല്ലതും വെച്ച് കുട്ടി ഗ്രൗണ്ടാണെന്ന്. ഗൈസ്, ഇത് കണ്ട, ഇനി ഇവിടെ വേണം ഓടി കളിക്കാൻ. ഇത് ഓടണമെങ്കിൽ തന്നെ വണ്ടി പിടിക്കണമല്ലോ. എടി, ഈ ഗ്രൗണ്ടിന്റെ പകുതി കാല് മതിയടാ കളിക്കാൻ. കണ്ട മനോഹരമായ ഗ്രൗണ്ട്. അമ്പരന്ന് പോയി ഞാൻ. ഒരു സെക്കൻഡ്. ഇത്രയും വലുതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വെയിലിൽ ഗൈസ് കണ്ട പരുന്ത്. നമ്മുടെ 2 ഫ്രണ്ട്സ് സൈക്കിളിൽ വരുവാണ്. മിക്കവാറും വൈകിട്ടാവും മരിങ്ങെത്തുമ്പോൾ. നമ്മൾ ഓട്ടോ പിടിച്ചിങ്ങ് വന്നു. ഞാൻ നേരത്തെ ഇട്ടില്ല ടൈം ലാപ്സ്. അത് നമ്മൾ ഓട്ടോയിൽ കയറി വന്നതാ. ഇനി ആമാര് എത്തുമ്പോൾ നമ്മൾ ഈ പരിസരത്ത് എങ്ങനെ കളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വല്ല വണ്ടി വാടകയ്ക്ക് വിളിച്ച് കളിക്കണം. അത്രമാത്രം സ്ഥലമുണ്ട്. അപ്പോൾ ആമാര് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ആദ്യമേ ഇവിടെ വന്നിട്ട്
ഇരിക്കുവാണ്. നമ്മളിവിടെ കളിക്കാൻ പോവാണ്. ഇവിടെ ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുവാണ്. വീണ്ടും കളിച്ചോണ്ടിരിക്കുവാണ്. നമ്മൾ കളിക്കുകയാണ്. അപ്പം കളിച്ച് നമ്മൾ പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കളിക്കുന്നത് എടുക്കാൻ ഇവിടെ ആരും ഇല്ല. അപ്പം ഞാൻ തന്നെ എങ്ങനെ എടുക്കുന്നത്, ഞാൻ ചിലതൊക്കെ കാണിച്ചു തരാം. അപ്പം ബാക്കി അവൻ കളിക്കുമ്പോഴേ ഞാൻ പറ്റുന്ന എത്ര എടുത്തു തരാം. ടീഷർട്ടൊക്കെ ഇട്ട് ബബ്ലിയായി. പെണ്ണുങ്ങളെ ടെഡി ബിയറാണ് ഇവൻ നവാസ്. അഭിഷേക് കയറി എ ബി കെ മിക്സർ കയറി. എ ബി കെ അൽത്താഫ്. ആൽവിൻ്റെ ഒരു ടാക്റ്റിക്കൽ അപ്രോച്ച്. എ ബി കെ മിക്സർ കയറിയിരുന്നെങ്കിൽ അത് ഗോളായേനെ. വീണ്ടും നമ്മുടെ എ ബി കെ മിക്സറിൻ്റെ ഒരു ചെറിയൊരു പിഴവ്. കുറേ നേരം കളിക്കാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ മാസ് ഗെയിം പ്ലേ ആണ് അവൻ്റെ. അവൻ ഇച്ചിരി റൊണാൾഡോ ഫാനൊക്കെ ആയതുകൊണ്ട് ബൈസൈക്കിൾ കിക്ക് സ്പെഷ്യലിസ്റ്റാണ്. നമ്മുടെ ക്ലാസ്സിലെ ബൈസൈക്കിൾ കിക്ക് സ്പെഷ്യലിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന അങ്ങനെയാണ് നമ്മൾ എ ബിക്ക് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് കാണാം അവിടെ മാസ് കളി നടക്കണ്. ഇവിടെ നമ്മളെ പെണ്ണുങ്ങളെ ടെഡി ബെയറായ നവാസ് അവിടെ കിടന്ന് ഇങ്ങനെ നിൽക്കണ്, പോസ്റ്റായി നിൽക്കണ് കളിക്കാൻ. നമ്മളെ നവാസ് നമ്മളെ അടുത്തോട്ട് വരികയാണ്. അഭിഷേക് ഇതോ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ നവാസ് ഇവിടെ വന്ന് നോക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ പതുക്കെ അങ്ങ് തിരിച്ചത്. നമ്മൾ ആൽവിൻ കയറി ഇതുവരെ നടക്കോ? നമ്മളെ നവാസ് ഇവിടെ നിൽക്കുമ്പോൾ ആ ഗോൾ പോസ്റ്റ് തന്നെ നിറഞ്ഞ് നിൽക്കുകയാണ്. ബോൾ വന്ന് അവൻ്റെ ഗോളൊന്നും കയറില്ല, അവൻ്റെ ദേഹത്ത് തട്ടി അങ്ങ് പോകും. അതുപോലെ അങ്ങ് നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. അവനാ പൂജപ്പുരയിലെ ഡോണെന്ന് തന്നെ പറയാം അവനാ. ബോൾ അവിടെ നിൽക്കുമ്പോൾ ഒന്നുമില്ല. ബോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ നവാസിനെ ഗ്രൗണ്ടിൽ നിന്ന് കാണാതാവും. ബോൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ബോൾ അപ്പുറത്ത് അവിടുത്തെ പോസ്റ്റിലാകുമ്പോൾ നവാസ് നമ്മുടെ മെയിനായിട്ട് കയറി അങ്ങ് നിൽക്കും, പാടാന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ ബോൾ ഇങ്ങ് വന്നാൽ നവാസ് പട്ടിയാവും, സൈഡിൽ പോയി അങ്ങ് ഒളിച്ചിരിക്കും. അതാണ് നമ്മളെ നവാസ്. ക്യാമറ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് വലുതായിട്ട് സൂം ചെയ്യാത്തത്. നമ്മളതോ എ ബിക്ക് ഇതോ അവിടെ നിൽക്കണ്. ആ കറുത്ത് ചെയ്തിട്ടാണ് എ ബിക്ക് ക്യാമറ അത്ര പോരാ. ഇപ്പം കാണാം ഗ്രൗണ്ടിൻ്റെ അവിടെ ആ പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ വാടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മാസമായിട്ട് നിൽക്കുകയാണ്, മാസ് കാണിക്കുകയാണ്. മുടിയൊക്കെ കോതി ഒപ്പം മാസ്. പിന്നെ പക്ഷെ ബോൾ ഇവിടെ വരുമ്പോൾ നവാസ് മൂട്ടി പോയിരിക്കും, ആ പോസ്റ്റിൻ്റെ മൂട്ടിൽ പോയി ഒളിച്ചിരിക്കും മാസ്കൊക്കെ വെച്ച്. ഈ മാസ്ക് വെച്ചാൽ ഇനി മാസാണ്. എന്നെ കാണിക്കുകയാണ്, എന്നെ സ്കെച്ചിട്ട് ഇനി ഞാൻ നാളെ കാണുമെന്ന് അറിഞ്ഞൂടാ. അവൻ എന്നെ സ്കെച്ചിട്ട്. നവാസ് പോണൊക്കെ കണ്ട ഒപ്പോ മാസടേ. പൊളി. പിന്നെ നമ്മൾ എ ബിക്ക് ഇതോ അവിടെ നിൽക്കണം. എ ബിക്ക് മെയിൻ സ്ട്രൈക്കറാണ് നവാസ്. അവിടെ ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വെറുതെ അങ്ങ് ആ ചെറുക്കൻ്റെ ഫ്രണ്ടിൽ നിന്ന് വലുതായിട്ടൊന്നും അറ്റാക്ക് ചെയ്യാനൊന്നും പോയില്ല. നല്ല അറ്റാക്കൊന്നും ചെയ്യാതൊരു നല്ല ശാന്ത മനസ്സുള്ളവനാണ്. പിന്നെ നമ്മൾ ടോമിനെ കാണാം, ആ 8 ജേഴ്സി ഇട്ട. അവൻ അടിപൊളി പ്ലെയറാണ്. പിന്നെ ഇവിടെ ചേട്ടന്മാർ ഓടനെയൊക്കെ കാണാം. അതിൽ എത്രാമത്തെ റൗണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ കുറേ ഓടി അവർ. പിന്നെ ആൽവിൻ പറഞ്ഞ ആൽവിനാണ് ഇതിൽ മാസ് പ്ലെയർ. ആൽവിൻ മാസും ഇടും, ഷോയും ഇടും, കളിക്കുകയും ചെയ്യും. പിന്നെ നവാസ് ഓൺലി ഷോ. ബോൾ വന്നപ്പോൾ ബാക്ക് വലിഞ്ഞ് എന്തോന്ന് അയ്യേ ഈ നവാസിനെ കൊണ്ട്
നവാസിൻ്റെ ഗെയിം പ്ലേ ആയിരുന്നു അത്. വലുതായിട്ടൊന്നുമില്ല. ഇതോ എന്നെ നോക്കിയാണ് നവാസ്. ഓപ്പോ എന്നെ നോക്കി, എന്നെ സ്കെച്ചിട്ട്. നമ്മൾ ABK അവിടെ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ടൊന്നും വന്നില്ല. ഈ നവാസ് എന്തിനാ നവാസ് ഇതിൽ ബോൾ തൊട്ടാന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അപ്പം ബോൾ വരുമ്പോൾ അങ്ങ് ഓടിക്കളയും. ബോൾ പോകുമ്പോൾ ഫ്രണ്ടിൽ കയറി നിൽക്കും. ABK അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. മാസം ഒപ്പോ വാടാ ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് ഒറ്റയ്ക്ക്. മാസ് പ്ലെയറാണ്. ആ മാസ്കും കൂടെ ഇട്ടപ്പോൾ അങ്ങ് കൊടൂരമായി. ABK കിട്ടി. ABK ഒറ്റയ്ക്ക് റഷ് ചെയ്തു. അയ്യോ, ഒന്നും നടന്നില്ല. ABKയുടെ അടുത്ത അയ്യോ, ജസ്റ്റിന് പോയി. പിന്നെ നമ്മളെ നവാസ് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. നമ്മളെ അൽത്താഫാണ് ഗോളി. അൽത്താഫിന് കളി പഠിപ്പിച്ചു കൊടുക്കുകയാണ് നവാസ്. ഇതാണ് ABK. ക്യാമറ അത്ര ക്ലിയർ ഇല്ല. ഇതാണ് ABK. മറ്റേ ചേട്ടന്മാർ വീണ്ടും ഇവിടെ എത്തി. ഇതാ പോണ്. 4ാമത്തെ റൗണ്ടായിട്ടുമാണ്. നമ്മൾ ABK അവിടെ ഉണ്ട്. ആ ചേട്ടന്മാർ വീണ്ടും ഇവിടെ എത്തി. ഇപ്പോൾ 5ാമത്തെ റൗണ്ടാണ്. ഈ വലിയ ഗ്രൗണ്ട് ഫുള്ളും കറങ്ങിയാണ് വരണത്. അപ്പോൾ ABKയുടെ അടുത്ത ചാൻസും ആ ചെറുക അങ്ങ് തട്ടിക്കളഞ്ഞു. ABKയുടെ ഗോൾ അടിക്കാനുള്ള 2-3 ചാൻസ് അങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ടുണ്ട്. 2-2 കളി നമ്മൾ സമനിലയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 ഞാൻ തന്നെ അടിച്ച. ഞാൻ മാത്രമല്ല, ഒരു ഗോൾ എൻ്റെ ഫ്രണ്ടാണ് ഒരു ഗോൾ അടിച്ചത്. നല്ല അടിപൊളി കളിയായിരുന്നു. കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിരുന്നു ഇപ്പോഴാണ്. മറ്റേത് വെറുതെ കളിച്ചതാ. ഈ പ്ലാനറ്റ്സോടെ കണ്ട അവിടുന്ന് നമ്മൾ മറ്റേ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുവാണ്. മറ്റേ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കണം അതിന് പിക്കപ്പിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു വ്ളോഗ് എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ വലിയ പ്ലാനിങ് ഒന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഈ വ്ളോഗൊക്കെ ഇടുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കണമെന്നുള്ള ഒരു ഇതായിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് അത് കാണിച്ചു തരാനാണ് എത്ര അലമ്പായാലും ഞാൻ എടുത്തിടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ സംഭവം കിടിലായിരുന്നു. എനിക്കിന്ന് നല്ല ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും എൻജോയ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അതിലാണ് കാര്യം, എൻജോയ്മെൻറ്റിലാണ് കാര്യം. എന്തോ ചെയ്തേലല്ല. വെള്ളം കിട്ടാതെ കുറേ അലഞ്ഞ്, പിന്നെ ജ്യൂസൊക്കെ കുടിച്ചാൽ ശരിയായി. പിന്നെ കളി കളിച്ചാൽ നിങ്ങൾ കണ്ട് ഗോളൊക്കെ അടിച്ച് മരത്തിൽ കളഞ്ഞ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ടോപ്പിക് എന്തെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് സജസ്റ്റ് ചെയ്യണം. ടോപ്പിക്കിന് ഭയങ്കര ക്ഷാമമാണ്. അതാണ് ഞാൻ വ്ളോഗിങ്ങിന് ഇറങ്ങുന്നത്. ഇനി ഇത് ലാസ്റ്റ്. ഇനി വ്ളോഗിങ് വല്ലതും ഉണ്ടെങ്കിൽ ഇനി അടുത്ത വലിയ വെക്കേഷൻ വരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി വ്ളോഗിങ് ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഞാൻ ഒന്നും മറന്നില്ല എന്ന് തോന്നുന്നു. എല്ലാം ലൈക്ക് ചെയ്യണം, മാക്സിമം സബ്സ്ക്രൈബേഴ്സും കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എടുക്കാത്തവർ എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം. ഞാൻ എൻ്റെ ചാനൽ പരമായ അപ്ഡേറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും താങ്ക് യു.